അല്ല, കഴിഞ്ഞ ആഴ്ച വളരെ ട്രമറ്റൈസ്ഡ് ആയിട്ട് ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നത്. അവർക്ക് ട്രമറ്റൈസ്ഡ് ആണ്. സോ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ സമയം നമുക്ക് നമ്മളോട് സംസാരിച്ചപ്പോൾ അവന് മനസ്സിലായത് ഇങ്ങനെ ഒരു ഹറാസ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് അന്ന് തന്നെ നമുക്കൊരു SIT രൂപീകരിച്ച് വുമൻ പോലീസ് ഓഫീസേഴ്സാണ് ഇനിഷ്യലി ഇട്ട് പിന്നെ അവരുടെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് വളരെ ഡിസ്ക്രീറ്റ് ആയിട്ട് നമുക്ക് കുറേ വെരിഫിക്കേഷനും ചെയ്യാനുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ചില ആൾറെഡി നോൺ കേസിലുള്ള ആൾക്കാരുടെ സെലിബ്രിറ്റി ആയതുകൊണ്ട് നമുക്ക് കുറേ വെരിഫിക്കേഷൻ ചെയ്തിട്ട് പിന്നെയാണ് നമ്മൾ മുൻകൂട്ടി പോയത്. ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ ടു എനി വുമൻ, എസ്പെഷ്യലി ഇൻ വർക്ക് പ്ലേസ്. ബിക്കോസ് ആൾറെഡി 2 കേസ് ഉണ്ടായിരുന്നതും ഒന്ന് 377 ആയിരുന്നു, ഒന്ന് 354 ആയിരുന്നു. ആ 2 കേസിലെയും കേസ് അതൊരു റീസണിൽ കോഷായി പോയതാണ്. ഇത് വളരെ റീസെൻ്റ് ആയിട്ടുള്ളതാണ്. അവിടെ ബിഗ് ചാലഞ്ച് വാസ് ടു കീപ് ദി confidentiality of the whole thing and the keeping the identity of the victim. പ്രിലിമിനറി ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു അഫൻസ് നടന്നിട്ടുണ്ടോ സ്ഥലമുണ്ടോ അത് കൺഫേം ചെയ്ത് പിന്നെ ഞങ്ങൾ മുൻകൂട്ടി നീക്കി. ഏതെങ്കിലും കേസ് എടുത്ത് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്ത ഭാഗത്ത് പോയത്. അല്ല, നമുക്ക് 2 ദിവസമായിട്ട് നമുക്ക് ഫോളോ ചെയ്തത്. പിന്നെ ആൾ ഇൻഡിക്കേഷൻസ് ആർ അദ്ദേഹം ഇവിടെ നിന്ന് മാറാൻ ശ്രമിച്ചതാണ്. അതുകൊണ്ടാണ് നമുക്ക് മാറാൻ ശ്രമിക്കുകയായിരുന്നു. അല്ല, അതാണ് നിങ്ങളുടെ ഇൻഡിക്കേഷൻസ്. അത് സാറേ, ഈ പരാതിയിൽ നമുക്കറിയാം പറയാൻ കഴിയില്ല എങ്കിലും എന്തെങ്കിലും പുറത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്? എന്താണ് ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായ പീഡനം? എന്താണ്? അല്ല, നിങ്ങൾ ചില കാര്യങ്ങൾ ഒന്ന് ഷൂട്ടിംഗ് ഷെഡിൽ നടന്നിട്ടുള്ളതാണ്. ഷൂട്ടിംഗ് ഷെഡിലുള്ള ആൾക്കാർക്ക് എല്ലാം അറിയും. അപ്പം തന്നെ വിക്ടിം കരഞ്ഞുകൊണ്ട് പുറത്ത് വന്ന് അവിടെ ഉള്ള ആൾക്കാരോട് പറഞ്ഞ് അവർ തന്നെ അവരെ സമാധാനപ്പെടുത്തി വിട്ടിട്ടുള്ളതാണ്. ഇതിൽ ഒരു കാര്യം എന്താ നോക്കുന്നുണ്ടെങ്കിൽ ആ victim was highly traumatized. Okay, so it was a shock to the victim. So അവർക്ക് ഷോക്ക് ആയതുകൊണ്ട് പിന്നെ കൗൺസിലിങ്ങും സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റൊക്കെ പോയിട്ട് വളരെ ലേറ്റായിട്ട് ഒരു കോൺഫിഡൻഷ്യൽ വന്നപ്പിന്നാണ് വന്നത്. നമുക്കിവിടെ വന്നപ്പോൾ തന്നെ വളരെ കരഞ്ഞുകൊണ്ടും അവർക്ക് ഏറ്റവും വലിയ ചാലഞ്ച് എന്തെങ്കിലും അവർ എഴുത്ത് നിൽക്കുന്നത് ഒരു വലിയ ആളാണെങ്கிறது കൊണ്ട് നേരത്തെ ഒരു അത്തനോട് പോയിട്ടില്ല എങ്கிறது ഒരു ഇതുകൊണ്ട് പിന്നെ അവരുടെ പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. അത് അവിടുത്തെ ആഭ്യന്തര സമിതികൾ ഉണ്ടാവുമല്ലോ വർക്കിംഗ് പ്ലേസിലെ, ICCക്ക് പരാതി കൊടുത്തതായിട്ട് അറിവുണ്ടോ? അല്ല, അത് നമുക്ക് കമന്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് ഞാൻ എപ്പൊക്കെ എന്തൊക്കെ പറയരുതുണ്ടോ, ഇത് ഈ സ്ഥലത്തിൽ നിൽക്കാൻ പോകുന്ന കേസല്ല. സോ ഇത് ഇറ്റ് വിൽ ഗോ അപ്പ്. സോ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം. എവിഡൻസ് വി ആർ ഇൻ ദ കളക്ഷൻ. എവിഡൻസ് കളക്ഷൻ നമുക്ക് ഒരു പ്രതി അറസ്റ്റ് ചെയ്ത പിന്നെ നിയമത്തിൽ തന്നെ 60 days 90 days ഉണ്ട്. അത് മാക്സിമം ഉള്ള എവിഡൻസ് കളക്ട് ചെയ്തിട്ട് മുൻകൂട്ടി. സാറേ, അതോടൊപ്പം തന്നെ ഈ പരാതിയിലെ മറ്റൊരു കാര്യം പറയുന്നത് ഇയാൾക്ക് കരവാനിലേക്ക് മറ്റാരും വരാതിരിക്കാൻ വേണ്ടി ഒരു സ്ത്രീ പുറത്ത് കാവലിൽ നിന്നൊന്ന് പറയുന്നു, അങ്ങനെ വല്ലതൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അല്ല, അതൊക്കെ ഞങ്ങൾ ഇപ്പൊ ഒന്നും പറയില്ല. അല്ലെങ്കിൽ ഞങ്ങൾ എന്താ പറഞ്ഞെങ്കിലും അത് ഈ അന്വേഷണത്തെ ബാധിക്കக்கூடிയതാണ്. സാർ പറഞ്ഞല്ലോ ഇവിടെ ഈ കേസ് നിൽക്കില്ല അന്വേഷണം എന്ന് പറഞ്ഞത്. ഇങ്ങനെയുള്ള കൂടുതൽ പരാതി വരാനുള്ള സാധ്യത കാണുന്നുണ്ടോ ഈ പ്രതിക്കെതിരെ? അല്ല, അത് നമുക്ക് വി കാൺ കമന്റ് ഓൺ ദാറ്റ്. നമുക്ക് പറയാൻ പറ്റും. അല്ല, അങ്ങനെ സാധ്യതയുണ്ടോ സാറേ? കസ്റ്റഡി ആവശ്യപ്പെടും, അനുസരിച്ച്. പിന്നെ എന്നോട് ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. വിക്ടിമോ എക്സ്പ്ലോയിഡ് ആർ എക്സ്പോസ് തരக்கூடிய രീതിയിൽ യാതൊരു ഇൻഫർമേഷനും കൊടുക്കില്ല. അല്ലെങ്കിൽ ചില ചർച്ചകളിൽ ചില ആൾക്കാർ സംസാരിച്ചത് കണ്ട് അവരുടെ ഫാമിലി ആരാണ് അങ്ങനെയൊക്കെ പോയാൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ ദം ടു ഐഡന്റിഫൈ. ആദ്യഘട്ടത്തിൽ സർവൈവർ കുറച്ച് ട്രോമയിലാണെന്ന് മനസ്സിലായി. പിന്നെ ഇൻസിഡന്റ് പിന്നെ ബാക്കി സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എടുത്തപ്പം ട്രൂ ആണെന്ന് നമുക്ക് റീസണബിളി മനസ്സിലായി. ഡിജിറ്റൽ തെളിവ് നമ്മൾ ശേഖരിച്ചു വരുന്നതേ ഉള്ളൂ. SIT ബേസിക്കലി ഞാൻ സൂപ്പർവിഷനാണ്. അപ്പം ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഉദയം പേരൂർ അദ്ദേഹമാണ് ഇതിന്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. ബാക്കി 2 വനിതാ SIമാരുണ്ട്. ബാക്കി നമ്മുടെ ടീമുണ്ട്. മാഡം, വിക്ടിമിനെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ കേസ് കൊടുക്കരുതെന്ന് ശ്രമം ഉണ്ടായിരുന്നോ മാഡം ആദ്യഘട്ടത്തിൽ? അതായത് ഈ കേസും പരാതിയായിട്ട് പോകരുത് എന്ന തരത്തിൽ ഇടപെടൽ ഉണ്ടായിരുന്നോ? അത് നമ്മൾ വെരിഫൈ ചെയ്യാനുണ്ട്. പരാതിയിൽ അങ്ങനെയുണ്ട്? പരാതിയിൽ അങ്ങനെ ഇല്ല. നമ്മളത് നോക്കണം. കോൾസ് ഒക്കെ വന്നിട്ടുണ്ടാവും അവർക്ക്. അപ്പൊ ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ എടുക്കാനുണ്ട്. കൂടുതൽ പ്രതികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ മാം ഇതിൽ? അതായത് ഇതിൽ ഇവരെ രക്ഷപ്പെടാനായിട്ട് സഹായിച്ചതും
അല്ലെങ്കിൽ കേസ് എടുക്കാൻ ശ്രമിച്ചതായിട്ടുള്ള ആളുകൾ വരാനുള്ള സാധ്യത അത് നമ്മൾ പരിശോധിക്കണം. ഇത് അത് കേസ് സംഭവം നടന്ന ആളുകൾ മുഴുവൻ അറിഞ്ഞു എന്നുള്ളത് പറഞ്ഞല്ലോ സാറ്. അപ്പോൾ അവിടെ കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങുന്നത്. അത് ആ പരാതി മറച്ചു വെച്ചു എന്നൊരു പ്രശ്നമുണ്ടോ ഇതിൽ? ഈ പ്രശ്നം മറച്ചു വെച്ചല്ലോ അറിഞ്ഞ ആളുകൾ, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കൂടി ഉണ്ടോ അവിടെ? അത് നമ്മൾ നോക്കണം. സംഭവം ഇവർ പറഞ്ഞിട്ടുള്ള കുറേ വിറ്റ്നസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുക്കാൻ ഇനി നമ്മൾ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇത് കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് ആ സെറ്റിൽ ഉണ്ടായിരുന്ന വിറ്റ്നസിനെ നമ്മൾ ഇനി ചെയ്യാനുണ്ട്.